Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ടിക്ടോക്ക് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ഷോർട്ട് വീഡിയോ മ്യൂസിക് ഇട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഫേസ്ബുക്കിലും അതുപോലത്തുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന പേരിൽ വന്നതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിലും വന്നിട്ടുള്ളത്. കാരണം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ആപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വിത്ത് മ്യൂസിക് നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 25 to 30 seconds വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു സെക്ഷൻസ് കാണാവുന്നതാണ്. ഇത് ഇന്ത്യയിലാണ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ. മറ്റുള്ള മാർക്കറ്റിലും ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സക്സസ് ആയതിനു ശേഷം വരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് നമ്മൾ ടിക്ടോക്ക് പോലത്തുള്ള വീഡിയോസ് കാണാനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ നമ്മൾക്ക് കാണാവുന്നതാണ്. ഡിസൈനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടിക്ടോക്കിൻ്റെ അതേ ഡിസൈനാണ്. താഴെ നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ, അതായത് ടിക്ടോക്ക് പോലെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ടിക്ടോക്ക് സാധാരണയായിട്ട് അടുത്ത വീഡിയോസ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മേലോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാനുള്ള ഒരു അവസരമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര സ്ക്രോളിങ്ങും അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടിക്ടോക്കിൽ. അതേപോലെ തന്നെയാണ് അടുത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മേലോട്ടേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ കാണുന്നത്. ഇനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ തന്നെ മേലൊരു ക്രിയേറ്റ് ബട്ടൺ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേലെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഗാലറിയിൽ നിന്ന് വീഡിയോ ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പല ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം അധികം ഫിൽറ്റേഴ്സ് ഒന്നും കാണുന്നില്ല. പിന്നെ കാണുന്നത് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ്. നമ്മൾ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതിനുശേഷം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം മ്യൂസിക് സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആദ്യം ആഡ് മ്യൂസിക് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് പ്രസ് ചെയ്യുക. ഡണ്ണ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് ആ മ്യൂസിക്കിൻ്റെ ലെങ്ത് അനുസരിച്ച്, അല്ലാതെ ഈ 30 seconds അല്ലെങ്കിൽ ഒരു 25 seconds നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രസ് ചെയ്ത് ഇത് ഒരു ഡിസ്ക്രിപ്ഷനും കൂടി കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മ്യൂസിക് സെലക്ട് ചെയ്യുന്നത് കൂടാതെ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് കളർ സെറ്റ് ചെയ്യാം, ബാക്ക് കളർ സെറ്റ് ചെയ്യും. അതിനുശേഷം ഡണ്ണ് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് പല സ്ഥലത്തേക്കും തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് താഴെ ഡിലീറ്റ് ആ ഓപ്ഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ട്രിം ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷനാണ് ലെഫ്റ്റിൽ കാണുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഒരിക്കലും വരത്തില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ മ്യൂസിക്കും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈപ്പ് സ്ക്രീനാണ്. നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം പോസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആവുന്നതാണ്. അപ്പോൾ പബ്ലിക് ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പ്രൈവറ്റോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ഒന്നും ഇല്ല. പബ്ലിക്കാണ്, എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്നതാണ്. ഫേസ്ബുക്കിൽ എങ്ങനെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.